ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, ഐ ബിലോങ് ടു മൈ ബിലവഡ്. ഇത് സദൃശ്യവാക്യം 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. 11-ാം വാക്യമൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു വരുമ്പോൾ ദൈവാത്മാവിൽ നമ്മൾ ദൈവവും നമ്മളുമായിട്ട് ആത്മാവ് ഒന്നാകും. പരിശുദ്ധാത്മാവാണെങ്കിൽ ആത്മാവ് നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ആത്മാവും ദൈവാത്മാവും ഒന്നാകും. അപ്പം നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുകയാണ് ദിനം പ്രതി. ആ ഉറപ്പിക്കും തോറും ദൈവത്തോടുള്ള സ്നേഹം വളരെ ആഴമേറിയതായിട്ട് മാറും. അതൊരു വലിയ വിശുദ്ധ ഭാഗ്യമാണ്. അത് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, മാതാവും യേശുക്രിസ്തുവും ജീവിച്ചിരുന്ന കാലത്ത് ദ ചോസൺ എന്നും പറഞ്ഞൊരു സിനിമ ഇപ്പം വന്നിട്ടുണ്ട്. ഒത്തിരി ഫേമസ് ആണത്. പലരും കാണുന്നുണ്ടായിരിക്കും, കാണാത്തവരോട് പറയുന്നു. അതിനകത്ത് അമ്മയും മകനുമായിട്ടുള്ള ബന്ധം, യേശുവുമായിട്ടുള്ള ബന്ധം പലപ്പോഴും കാണിക്കുമ്പോൾ അവർക്ക് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസമില്ല. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, യേശു പകൽ മുഴുവനും ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം ശിഷ്യന്മാരെല്ലാം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശു ഓരോ വ്യക്തിയെ കണ്ടിട്ടാണ് സൗഖ്യം കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റ എടുക്കലിങ്ങനെ 1000 പേർക്ക് ഒന്നിച്ചല്ല കൊടുക്കുന്നത് സൗഖ്യം. അപ്പം അന്ന് കുറേ പേർക്ക് സൗഖ്യം കൊടുത്തു കഴിയുമ്പോൾ യേശുവിന് ക്ഷീണം വരുന്നു. ക്ഷീണം വന്നു കഴിയുമ്പം യേശു വളരെ വളരെ ക്ഷീണിച്ച് നടന്ന് വരുമ്പോൾ ശിഷ്യന്മാരത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അമ്മ ഉടനെ ശ്രദ്ധിച്ചിട്ട് അമ്മ അത് മനസ്സിലാക്കി. ഒരു പ്രാവശ്യം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ 2ാം പ്രാവശ്യം അമ്മ വന്നെണ്ണ വെള്ളം കൊടുക്കുന്നു, കർത്താവിൻ്റെ അടുക്ക് ചെല്ലുന്നതായിട്ട്. അപ്പം ഒരേ ചെറിയ ടെൻറ്റിലാണ് യേശു അവിടെ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചത്, ഒരമ്മയ്ക്കറിയാം മകൻ്റെ അവസ്ഥ, ഒരു ഭാര്യയ്ക്കറിയാം ഭർത്താവിൻ്റെ അവസ്ഥ. പരിശുദ്ധാത്മാവ് ഒന്നാകുമ്പോൾ നമ്മൾ അത് നോക്കിക്കണ്ട് ചെയ്യാനുള്ള കൃപ കിട്ടും. അന്നേരമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അമ്മ ജീവിച്ചത് യേശുവിന് വേണ്ടിയാണ്. അങ്ങനെ തന്നെയാണ് ഒരു ഭർത്താവിൻ്റെ അടുക്കൽ ഭാര്യ ഒരു യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവർ രണ്ടുപേരും പറയും, ഭാര്യ ഭർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ അവർ രണ്ടും ഒന്നായിട്ടാണ്. ഈ മരിക്കുന്ന വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഭർത്താവ് മരിച്ചു കഴിയുമ്പം ഭാര്യ ചോദിക്കും, എന്നെ കൂടെ എന്താ കൊണ്ടുപോകാത്തതെന്ന്. ദിസ് ആർ ഓൾ പെയിൻഫുൾ തിങ്സ് ബിക്കോസ് ദേ ഓൾവേസ് ആ പ്രായമായപ്പോഴത്തേക്ക് അവരൊന്നായിട്ട് കണ്ടു കഴിഞ്ഞു. ആദ്യം അങ്ങനെ അല്ല. പക്ഷേ എവ്രി മാരേജ് ഷുഡ് റീച്ച് ദാറ്റ് പൊസിഷൻ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മൾ ഈ വാക്യത്തിലോട്ട് കയറാൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ. നമ്മൾ തന്നെത്താനെ എൻ്റെ പ്രിയനുള്ളവളാണ്, നമ്മളെ കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഭർത്താവിനോട് പറയും, ഞാൻ നിനക്ക് വേണ്ടിയുള്ളതാണ്, ഞാൻ എന്ത് വേണ്ടി നിനക്ക് വേണ്ടി ചെയ്യുന്നത്, ആ വീട്ടിൽ കലക്കമുണ്ടാകത്തില്ല ഇല്ലേ? എന്ത് വേണം നിനക്ക് വേണ്ടി ചെയ്യാൻ, ഞാൻ നിൻ്റെ പുറകെ ഉണ്ട്, നീ എൻ്റെ കൂടെ നിൽക്കും. അങ്ങനെയുള്ള ഭവനങ്ങളില്ലല്ലോ. ഉണ്ടായിരിക്കും, വളരെ കുറവാണ്. അല്ല, ഇല്ലാത്തതുകൊണ്ടാണ് അല്പമെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുന്നത്. പെർഫെക്റ്റ് മാരേജ് ഇവിടെ വരുന്നില്ല. പക്ഷെ സ്റ്റിൽ ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ആത്മാവിൻ്റെ വിവേചന ബുദ്ധി ഉണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടേ പോലും ഹൃദയം കൊണ്ട് സ്നേഹിക്കാനുള്ള ഒരു ആത്മാവ് നമുക്ക് തരണം. അതൊന്നും ഇപ്പോഴത്തെ മാരേജസിനകത്ത് ഇല്ല. നമ്മൾ സുഖങ്ങൾ മാത്രം. ഇന്നലെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അവൻ ചോദിച്ചപ്പം, സ്ത്രീകൾക്കൊന്നും ഇപ്പം നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടമില്ല, പുറത്തു പോകുന്നവരെ മാത്രം മതി. അപ്പോൾ ഇവിടെയുള്ള പുരുഷന്മാരെന്ത് ചെയ്യും? നമ്മുടെ കൺസെപ്റ്റ് മാറി സുഖവും സൗകര്യവും മാത്രമാക്കി ഒരു ചേഞ്ചിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ട് നമുക്കിഷ്ടമുള്ള ഒരു ജീവിതമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ട് വേണം ഏതൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാൻ. വിവാഹ ജീവിതത്തിൽ അങ്ങനെ തന്നെ. നമ്മൾ യേശുവിനെ കണ്ടു കഴിഞ്ഞിട്ടാണ് വിവാഹ ജീവിതത്തിൽ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ അതിൻ്റേതായ സമാധാനമുണ്ട്. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാവുന്നു. അപ്പോൾ അവൾക്ക് ഉറപ്പുണ്ട് അവൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ പുരുഷൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. ആ ഉറപ്പ് വരുന്നത് ആ പരിശുദ്ധാത്മാവുള്ളപ്പോൾ മാത്രമാണ്. വേറെ ഒരു സാഹചര്യത്തിലും അതുണ്ടാകുന്നില്ല. ഇവിടെ സഭയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രിയ വരിക, നാം വെളിമ്പ്രദേശത്ത് പോകാം, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂ വിടരുന്നതും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അതൊരു വലിയ സന്തോഷമല്ലേ? എത്ര സുഖമുണ്ടെന്ന് പറഞ്ഞാലും ഈ ഫാമുള്ളവർക്കും തോട്ടമുള്ളവർക്കും അറിയാം.
രാവിലെ എഴുന്നേറ്റ് തോട്ടത്തിലോട്ട് ഇറങ്ങി എത്ര പൂക്കൾ പുതിയത് പൂത്തു, എത്ര കളേഴ്സ് ഉണ്ട്, ഏതെല്ലാം ബട്ടർഫ്ലൈ ഇതിൽ നടക്കുന്നു, ഇത് കാണാനുള്ള ഭാഗ്യം, അത് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നേരം വെളുക്കുമ്പം. അതേപോലെ തന്നെയാണ് രണ്ടുപേരും ഒന്നിച്ചിട്ട് ഈ മുന്തിരിത്തോട്ടത്തിലോട്ട് കയറി ചെല്ലുമ്പം അവിടെ സമൃദ്ധിയും അനുഗ്രഹവും സന്തോഷവുമാണ് ദൈവം വെച്ചിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് വേലി പൊളിഞ്ഞു പോകുന്നത്? ആരും പഠിപ്പിക്കുന്നില്ല സത്യത്തെക്കുറിച്ച്. സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പം സാക്രിഫിഷ്യൽ ലവ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് ബലിയായിട്ട് കൊടുക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 12 പറയുന്നത്, നിങ്ങളെ തന്നെ ദൈവത്തിന് ജീവനുള്ളതും പ്രസാദവുമായ യാഗമായിട്ട് കൊടുക്കുവീൻ എന്ന് വചനം പറയുന്നുണ്ട്. ഇതെല്ലാം ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഗ്ലോറിയെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഉത്തരമായിട്ട് ദൈവം തന്നതാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അടുക്കും ചിട്ടയിലും വരുന്നത്. അതുകൊണ്ട് ലെവല് നമ്മുടെ സ്റ്റേജ് മാറുന്നത് കണ്ടോ. അപ്പം നമ്മൾ ഏതൊരു ലെവല്, പാപി എന്ന ലെവലിൽ നിന്ന് മകളെ അല്ലെ മകനെ എന്ന ലെവലിൽ നിന്ന്, പിന്നെ നമ്മളെ പാപി എന്ന ലെവലിൽ നിന്ന് വിശുദ്ധൻ എന്നുള്ള ലെവലിൽ, അതിൽ നിന്ന് പിന്നെ മക്കളെന്ന ലെവലിൽ, പിന്നെയും നമ്മളെ രാജാവെന്ന പദവിയിൽ, പിന്നെയാണ് മണവാട്ടി എന്ന പദവിയിലോട്ട്. അപ്പോൾ ഇത് ഒരു പരമോന്നത പദവിയിലോട്ട് കയറുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തോട്ടം ശുദ്ധമാക്കി ഇട്ടിരിക്കുന്നതിനകത്ത് പുതിയ പൂക്കളും അതിൻ്റെ കായ്കളും കാണാൻ തക്കവണ്ണം വിളിക്കുന്നതിന് പ്രത്യാശയും പ്രതീക്ഷയും സ്നേഹവുമാണ് അവിടെ വേറെ ഒരു കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, മുന്തിരിവള്ളി തളിർത്തു പൂവിടരുന്നു, മാതളനാരകം പൂക്കുകയും ചെയ്യുമോയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരുമിച്ച് ദൈവവും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എങ്കിൽ അവിടെ അനുഗ്രഹവും പുഷ്ടിയും ഉണ്ടായേ പറ്റത്തുള്ളൂ. അവിടെ ഉണ്ടാകുന്ന മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ ആ നമ്മുടെ സന്താനത്തിൻ്റെ മേൽ ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെന്ന് വീഴുകയാണ്. കാരണം നമ്മുടെ ആത്മാവ് ഒന്നാകുകയാണ്. ഈ ആത്മാവ്, നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്നിച്ച് നിന്നിട്ട് നമ്മൾ ആത്മാവിലൊരു വചനം പറയുമ്പോൾ ആ നിമിഷത്തിൽ അത് നടക്കും. ദർ ഇസ് നോ ഡിഫറൻസ് ഓഫ് ദ ടൈം ഡിഫറൻസ് ഇല്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണേലും അവിടെ ഒന്ന് ചെന്ന് ഫലിക്കും. അത്ര പവറാണ് ദൈവത്തിൻ്റെ വചനം. പറയുന്നില്ല, ആകാശവും ഭൂമിയും മാറിപ്പോ, എന്നാൽ എൻ്റെ വചനം മാറിപ്പോത്തില്ല. അപ്പം ഇത് നമ്മൾ ഈ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച നിമിഷം തൊട്ട് ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് ഞാനും ദൈവവും ഒന്നാകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നടക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് പറയുന്നതെങ്കിൽ പരിശുദ്ധാത്മാവുള്ളവരിൽ അത് ചെന്ന് പ്രവർത്തിക്കാതിരിക്കാനൊക്കത്തില്ല. പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് ആത്മാവിൻ്റെ ശക്തിയുടെ കുറവുകൊണ്ടാണ്. റിസീവ് ചെയ്യേണ്ട വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുറയും. അതല്ല എങ്കിൽ ഇപ്പം അമ്മയും യേശു ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം അല്ലായിരുന്നു. അവർ ഒരൊറ്റ സ്ത്രീ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് നിന്ന് മകനെ എന്ന് വിളിക്കാൻ തക്കവണ്ണം അമ്മയ്ക്ക് ധൈര്യമായിട്ടുണ്ടായിരുന്നു. അമ്മ മകനെ ഈ നമ്മളിത് പാഷൻ ഓഫ് ക്രൈസ്റ്റൊക്കെ കാണുമ്പോൾ യേശുവിനെ ക്രൂശിക്ക് തറയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സീനുണ്ട്. അമ്മ ദുഃഖമായിട്ട് ദൂരത്ത് മാറി നിന്ന് കരയുന്ന ഒരു ഭാഗമുണ്ട്, വളരെ ദുഃഖത്തോടെ. അപ്പം യോഹന്നാൻ വന്നിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലോട്ട് കൊണ്ടുപോകുന്നതും യേശു അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് അമ്മ നോക്കുന്നതും ആ ഭാഗം കണ്ട് നമ്മൾ കരഞ്ഞു പോകും, ഉറക്കെ കരഞ്ഞു പോകും. ഒരമ്മ സ്വന്തം മകനെ നിസ്സഹായ അവസ്ഥയിൽ അവനെ ഉപദ്രവിക്കുന്നത്, ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ. അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേദനിച്ചാൽ ദൈവത്തിന് സഹിക്കത്തില്ല. നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് വേദനിച്ചാൽ ദൈവത്തിന് സഹിക്കത്തില്ല. അതിനൊക്കെ ദൈവം നിറപടിയായിട്ട് ഉത്തരം തന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയാണ് ആത്മാവിനെ കൊണ്ട് ഇപ്പോൾ പറയിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ വാങ്ങിച്ചെടുക്കുവീന്. അപ്പോൾ ദൈവത്തിന് പറയുകയാണ്, നമുക്ക് എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചു വെച്ചിരിക്കുക. അപ്പോൾ എല്ലാം പഴയതും പുതിയതും പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ നിന്ന് എടുക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മീക മണ്ഡലത്തിൽ ദൈവം നിവൃത്തി ആക്കി വെച്ചിരിക്കുന്ന സകല കാര്യങ്ങളിലും നമുക്കും കൂടെ പങ്കാളിത്തമാകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുവദിക്കുന്നു എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സദൃശ്യവാക്യത്തിൽ 8ന്റെ ഭാഗം കൂടെ ഇതിൻ്റെകൂടെ ചേർന്ന് വായിക്കാനായിട്ട് ഞങ്ങളെ നേരത്തെ ദൈവം അനുവദിച്ച ഭാഗമാണ് ഇപ്പം വായിക്കുന്നത്. 8:17 സദൃശ്യവാക്യം 8:17 എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. ഉണ്ടോ സ്നേഹം? നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ പഠിക്കുക. ആദ്യ ദൈവത്തിൽ നിന്ന് സ്നേഹം
സ്നേഹം വാങ്ങിച്ചെടുക്കണം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവരെന്നെ കണ്ടെത്തും. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്താ വേണ്ടിയത്? ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്ത്, നീതി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടിയത് നമുക്ക്? എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും, എൻ്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതയിലും നടക്കുന്നു. എന്താണ്? നമ്മുടെ ഭണ്ഡാരങ്ങളെ നീതിയുള്ള ദൈവത്തിൻ്റെ കൈകൊണ്ട് നിറയ്ക്കുമ്പോൾ അവിടെ ദുഷ്ടന് കയറാനൊക്കത്തില്ല. വേലി കെട്ടുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തെ കൂടാതെ ഒന്നിനും നമ്മൾ ഇറങ്ങിത്തിരിക്കരുത്. ഇതെല്ലാം the glory of the presence of Jesus Christ, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശയിലാണ് ഇതെല്ലാം വന്നത്. ഇത്രയും കാര്യങ്ങളും ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി തന്നതാണ്. ഇപ്പോൾ ഈ വചനമായിട്ട് ഞാൻ പറയുന്നത്. അനേക കുടുംബങ്ങൾക്ക് ഇതൊരു വിടുതലായി മാറുകയാണ്. ആത്മാവിൽ ശ്രദ്ധ വെച്ച് കേൾക്കുക. ഓരോ വാക്കിൻ്റെ കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരുന്നുണ്ട്. അനേകർക്ക് ഇതൊരു വെളിച്ചമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് നിന്നോട് സ്നേഹിക്കാനുള്ള ഹൃദയം ഇട്ട് തരണം. ഒരു കൊച്ചുകുട്ടി എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കുന്നത്? ഒരു ടീനേജർ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കുന്നത്? അവർക്ക് മനസ്സിലാകത്തില്ല. ദൈവമേ, കർത്താവിൻ്റെ സ്നേഹം നീ അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തെങ്കിൽ നീ ആകർഷിക്കാതെ ആർക്കും നിന്നെ സ്നേഹിക്കാനൊക്കത്തില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. അതുകൊണ്ട് നീ ആകർഷിക്കുന്നതായ അവിശുദ്ധ സ്നേഹം ഞങ്ങളിൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലെ, മക്കളിലെ, മരുമക്കളിലെ, കൊച്ചുമക്കളിലെ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൊക്കെ നീ വ്യാപരിപ്പിക്കണം. അത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറാവ് പോലെ ചിറകങ്ങോട്ട് വിരിച്ചങ്ങ് നിർത്തിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് നിന്നാൽ മതി. അങ്ങനെ തന്നെ ചെയ്യുന്ന കർത്താവേ, അനേക മക്കളെ ഈ ചിറകിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നിരിക്കുക. നോഹയുടെ പെട്ടകത്തിനകത്ത് ഈരണ്ടീരായിട്ട് കയറി വരുന്നത് പോലെ അനേക മക്കൾ ഈ പെട്ടകത്തിനകത്തോട്ട് കയറി വരികയാണ്. ഇതിനകത്ത് സകലവിധ സന്തോഷമുണ്ട്. അതല്ല എങ്കിൽ ഇവരെ മുന്തിരി തോട്ടത്തിനകത്തോട്ട് കൊണ്ടുപോവുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്ത് അവർക്ക് വേണ്ടതായ ആശ്വാസം കൊടുത്ത്, ഉത്തരം കൊടുത്ത്, സമാധാനിപ്പിച്ച്, ദൈവത്തിന് വിലപ്പെട്ടവരാന്നുള്ള മനസ്സിലാക്കി, ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ, അവൻ എൻ്റേതാകുന്നു, എൻ്റെ ആഗ്രഹം അവനോടുകൂടെ ആകുന്നു, അവൻ്റെ ആഗ്രഹം എന്നോടുകൂടെ ആകുന്നു എന്ന് പറഞ്ഞൊന്നിച്ച് ജീവിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കഴിഞ്ഞാൽ കുടുംബജീവിതം വിശുദ്ധമാകും. മക്കളും അപ്പനും അമ്മയുമുള്ള ബന്ധം സ്ഥിരമാകും. മറ്റുള്ളവരോട് ഇടപെടുന്നതിലും വ്യത്യാസം വരും. ഞങ്ങളൊരു പ്രകാശമായിട്ട് മാറട്ടെ. പക്ഷേ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയായിട്ട് ഞങ്ങളെ നിർത്തണമേ. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഒരിക്കലും കെടാത്തൊരു നക്ഷത്രമാക്കി ഞങ്ങളെ മാറ്റിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്തു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.